ഡൽഹിയിൽ സഖാവെ രണ്ടുപേരും ഒരുമിച്ച് നേരത്തെ വന്നിട്ടില്ലേ? ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ഡൽഹിയിൽ വന്നിട്ട് ഇവിടെ വി പി ഹൗസ് താമസിച്ചിരുന്നു, കേരള ഹൗസ് തന്നെ താമസിച്ചിരുന്നു. ഇവരുടെ ജ്യേഷ്ഠനും ഇവിടെയുണ്ട്. പലപ്പോഴും വന്നാൽ അവരുടെ വീട്ടിലാണ് ഇവർ പോയി താമസിക്കും. ഇപ്പം തണുപ്പ് കുറഞ്ഞ കാലത്ത് തണുപ്പ് കുറഞ്ഞു ഡൽഹിയിൽ, പക്ഷേ ഒരു സുഖമുള്ള കാലാവസ്ഥയാണ്. ഞാൻ വരുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും എന്നുള്ളത് കൊണ്ട് കൈ ഗ്ലൗസും മറ്റേ ഇതൊക്കെ കരുതിയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ സമരം പ്രമാണിച്ചിട്ടായിരിക്കും. അതെ, പ്രകൃതിയും അനുഗ്രഹിക്കുന്നു. ഡൽഹിയിൽ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, വലിയ മാറ്റം കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ. അല്ലാതെ സഖാവ് കാണുന്ന മാറ്റം എന്താ? ഇവിടെ ഇപ്പോൾ ആളുകളൊന്നും ഒരു പരസ്പര വിശ്വാസത്തോടു കൂടിയും പരസ്പര സ്നേഹത്തോടു കൂടിയും കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാത്തൊരു സാഹചര്യം കാണുന്നത്. എന്തോ ഒരു ഭയപ്പാട് ജനങ്ങൾക്കിടയിലുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ എത്തിയൊരു വീട്, ഇത് നമ്മുടെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ വീടാണ്, നമ്മുടെ ഗുസ്തി താരത്തിൻ്റെ. അതെ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ സമരത്തിനാണ്. ഇതിനു മുമ്പ് നടന്ന ഏറ്റവും വലിയ സമരമായിരുന്നു ഗുസ്തി താരങ്ങളുടെ സമരം. ബ്രിജ്ഭൂഷൺ സിംഗിനെ പൂർണ്ണമായും സഹായിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ്റാണ്. യഥാർത്ഥത്തിൽ എത്രമാത്രം തെറ്റായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. വനിതകളായിട്ടുള്ള ഗുസ്തി താരങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങൾ, അതൊക്കെ അവർ പറഞ്ഞപ്പോൾ അതൊരു മുഖവിലക്കെടുത്ത് തന്നെ നടപടി സ്വീകരിക്കേണ്ടതില്ലേ? അതിനിടയ്ക്ക് ഞാൻ ചേച്ചിയോട് ചേച്ചി, ഇപ്പോൾ ഈ ബ്രിജ്ഭൂഷണെ പറ്റി പറഞ്ഞപ്പോഴാണ്, ഈ സമരം ശ്രദ്ധിച്ചിരുന്നു? ഗുസ്തി താരങ്ങളുടെ സമരം ഡൽഹിയിൽ നടന്നപ്പോൾ ശ്രദ്ധിച്ചിരുന്നു? ഇവിടെ ഈ സ്ഥലത്ത് വെച്ചായിരുന്നു അവരെ ഒരു ദിവസം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്, സാക്ഷിയം മാനിക്കുന്നുണ്ട്. എല്ലാം ഒരു അതൊക്കെ തന്നെയാണ് എന്തും ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുക. ചേച്ചിക്ക് എന്താ? ചേച്ചി എനിക്ക് നേരത്തെ എപ്പോഴാണ് അവസാനം ഡൽഹിയിൽ വന്നത്? ഞാൻ ശരിക്കും പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് വീട്ടിൽ പോകും, പിന്നെ എവിടെയൊക്കെ പോകണമെങ്കിൽ അതിങ്ങനെ പോകും. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അവഗണനയാണ് ഈ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനം. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ സമരങ്ങൾ ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതേ മനോഭാവമാണ് തുടരുന്നതെങ്കിൽ അവിടെയും BJP ഇതര ജനങ്ങൾക്ക് നീതി ലഭിക്കില്ല, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രതിരോധം എത്ര ശക്തമായിരിക്കും? BJP അധികാരത്തിൽ വന്നത് വർഗീയത, മതവിദ്വേഷം, മതഭ്രാന്ത് ഇളക്കിവിട്ട് ജനങ്ങൾക്കിടയിൽ മതവികാരമുണ്ടാക്കി ആ മതവികാരത്തിൽ ഭൂരിപക്ഷ മതവികാരത്തെ വോട്ട് ബാങ്ക് ആക്കിയിട്ടാണ് ഗുജറാത്തിൽ അധികാരം പിടിച്ചത്. അതേ നിലപാട് അവർ ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കാൻ തുടങ്ങി. മതവിശ്വാസത്തെ മതഭ്രാന്താക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടാണ് അധികാരം പിടിക്കുന്നത്. താൽക്കാലികമായി ചിലപ്പോൾ ഇപ്പോൾ അധികാരം പിടിച്ചിട്ടുണ്ടാകും, അത് ശാശ്വതമായി നിലനിർത്താനോ മുന്നോട്ട് പോകാനോ അവർക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് BJPയുടെ നിലപാടുകൾക്ക് സാധിക്കില്ല. ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികൾ കൂടുതൽ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കണം. അതിൽ ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി തുടരുന്ന പല നയങ്ങളും യഥാർത്ഥത്തിൽ അതിന് സഹായകരമല്ല. കേരളത്തിലാണെങ്കിൽ അവർ ഏറ്റവും വലിയ ശത്രു ഇടതുപക്ഷമാണ്. അവർ അതിനുവേണ്ടി പലപ്പോഴും ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിൽ അധികാരത്തിൽ വരാൻ BJPയും കോൺഗ്രസും കൂടി ചേർന്നുള്ള മുന്നണി വന്നിരിക്കുകയാണ്. അത് ഒരു പഞ്ചായത്തിൽ മാത്രമല്ല, അവരൊരു ധാരണയുണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കോൺഗ്രസിന് എങ്ങനെയാണ് BJPയെ ഫലപ്രദമായി എതിർക്കാൻ സാധിക്കുക? കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെ സമരം ചെയ്യാൻ അവരെ കൂടി ക്ഷണിച്ചു, പക്ഷേ അവർ അതിനോട് നിരാകരിച്ചു. തൊട്ടടുത്തെത്തിയല്ലോ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതെ, എന്തായാലും കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വലിയ പരാജയം ഉണ്ടാവില്ല, വലിയ നേട്ടം ഉണ്ടാകുന്നതാണോ? വലിയ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിയും. കേരളത്തിലെ അന്തരീക്ഷം അതാണ്. കേരളത്തിലെ ജനങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഒരു പ്രധാനപ്പെട്ടൊരു സർക്കാരിന് ഗുണമായ ഒരു കാര്യം പെൻഷനായിരുന്നു. അതെ. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 3-4 മാസമൊക്കെ പെൻഡിങ് ആണ്. 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ അത്രയും വിപുലമായൊരു വലിയ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ആ സാമ്പത്തിക ബാധ്യത നിർവഹിക്കാൻ ഞങ്ങൾ കഴിയാതെ വരുന്നത്, ഞങ്ങൾക്കിപ്പോൾ ഏതാണ്ട് ഒരു 62,000-63,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ 22 വർഷം അനുവദിച്ച് നൽകിയിട്ടുള്ള അർഹതപ്പെട്ട വിഹിതം കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ പെൻഷൻ വൈകുന്ന ആളുകൾക്ക് വേണ്ടി കൂടിയാണ് ഈ സമരം. ആണ്
ഈ പെൻഷൻ കൊടുത്തു തീർക്കണം, ജനങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കണം. കേന്ദ്രം നന്നാൽ ഇതെല്ലാം കൊടുത്തു തീർക്കാം. ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നുള്ളൊരു ഉറപ്പ് LDF-നുണ്ടോ സർക്കാരിന്? എല്ലാം പ്രതീക്ഷയോട് കൂടിയിട്ടാണല്ലോ നമ്മൾ സമരം ചെയ്യുന്നത്. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജനങ്ങൾ ചിന്തിക്കും. ജനങ്ങൾ ചിന്തിക്കുമ്പോൾ കാര്യം അവർ മനസ്സിലാക്കും. അതിനനുസരിച്ച് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. വരാൻ വേണ്ടി പോകുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യത്തെ, ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യത്തെ ശക്തിപ്പെടുത്തും. അത് ഇന്ത്യയുടെ ഭാവിയെ കാത്തു സൂക്ഷിക്കും. ഇടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ, രണ്ടുപേരും കൂടി പഴയ VP ഹൗസൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ കൂടെ ചേർന്ന, പക്ഷേ നല്ല കട്ടിയുള്ള രാഷ്ട്രീയമാണ് പിന്നെ പറഞ്ഞു തുടങ്ങിയത്. കുഴപ്പമായോ? ഇല്ല ഇല്ല, ഒന്നുമില്ല. VP എപ്പോഴും ഇങ്ങനെയാണോ? എപ്പോഴും അങ്ങനെയാണ്. ആ, അതിലൊരു പ്രശ്നമില്ല. ഇല്ല, അതിപ്പോ ശീലായി. ഡൽഹിയിൽ വരുന്ന സമയത്തെ സമരങ്ങൾക്കായിരിക്കുമല്ലോ അധികവും വരിക, സമരങ്ങൾക്കും പാർട്ടി യോഗങ്ങൾക്കും. അതല്ലാതെ ഡൽഹി ഒരുമിച്ച് വന്ന് കാണാനൊക്കെ പറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അങ്ങനെ VP ഹൗസ് കാണാൻ ഇറങ്ങി അതേപോലെ തിരിച്ചും പോയി. എത്ര സംഭവിച്ചു. VP ഹൗസിലൊന്നും പഴയ VP ഹൗസ് അല്ല. ഇപ്പം അവിടെ ഒന്നും അവരൊന്നും ഇല്ല. VP ഹൗസ് പഴയ VP ഹൗസ് അല്ല, അതുകൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. VP ഹൗസ് വീണ്ടും സജീവമാവാൻ ഉള്ള MP-മാർ കേരളത്തിൽ നിന്ന് വരും അങ്ങോട്ട്. അല്ല, VP ഹൗസിൻ്റെ അല്ല, കേരളത്തിൽ നിന്ന് കുറേ MP-മാർ വരണം. അത് രാജ്യത്തിൻ്റെ ഭാവിയാണ്, അത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും സഖാവേ, സമരം ഗംഭീര വിജയമാവട്ടെ. ഒപ്പം തന്നെ പറഞ്ഞ പോലെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫലവും വരട്ടെ. തീർച്ചയായും ഉണ്ടാവും. നമുക്ക് കാത്തിരിക്കാം, പ്രതീക്ഷിക്കാം, നല്ല ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.